അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. ഇന്ന് പൊതുവെ മുസ്ലിം സമൂഹത്തിൽ ഇസ്ലാം കാര്യത്തെ നാലായി പരിഗണിക്കപ്പെടുന്നുണ്ട്. 5 എന്നത് ഇല്ലാതായി. കാരണം ഷഹാദത്ത് കലിമ ബാങ്കിലൂടെ ഇക്കാമത്തിലൂടെ മഹല്ലടിസ്ഥാനത്തിൽ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ആളുകളൊക്കെ ബാങ്ക് കൊടുക്കുന്ന ആളെ പിന്തുടർന്നുകൊണ്ട് ചൊല്ലാറുണ്ട്. പല ഇബാദത്തുകളിലും അതുണ്ട് ഷഹാദത്ത് കലിമ. പിന്നെ നമസ്കാരം മഹല്ലിൽ വളരെ ഭംഗിയായി എല്ലാ മഹല്ലുകളിലും നടക്കുന്നുണ്ട്. ജുമുഅ അതുമുണ്ട്. നോമ്പിൻ്റെ കാര്യം പറഞ്ഞാൽ മഹല്ലറിഞ്ഞുകൊണ്ട് തന്നെയാണ് നോമ്പ് തുറ പരിപാടിയും റമദാൻ കിറ്റ് വിതരണവും തറാവീഹ് നമസ്കാരവും എല്ലാമായി ആ നോമ്പിൻ്റെ ചൈതന്യം മഹല്ലറിഞ്ഞുകൊണ്ട് അതും നടക്കുന്നു. പിന്നുള്ളത് ഹജ്ജാകട്ടെ, ഒരു മഹല്ലിൽ നിന്നൊരാൾ ഹജ്ജിന് പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാ ആളുകളോടും നടന്ന് പറഞ്ഞ് മഹല്ലടിസ്ഥാനത്തിൽ യാത്രയപ്പ് സംഘടിപ്പിച്ച് ആളുകളൊക്കെ ആ വീട്ടിൽ ചെന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്ന് ദുആവസിയ്യത്ത് ചെയ്ത് മഹല്ലിൻ്റെ അറിവോടുകൂടി പിന്തുണയോടുകൂടിയാണ് ഹജ്ജ് നടക്കുന്നത്. എന്നാൽ ഞാനിതിൽ എണ്ണാതെ പോയ സക്കാത്ത്, അത് മഹല്ലടിസ്ഥാനത്തിൽ പല പള്ളികളിലും ഇല്ല. ഭൂരിഭാഗം മുസ്ലിങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരുപാട് പള്ളികളുണ്ട് കേരളത്തിൽ, പക്ഷേ സക്കാത്തില്ല. അതേക്കുറിച്ച് വയറ് പറയാറില്ല. എന്തുകൊണ്ടാണ്? ആളുകളോട് പൈസ വാങ്ങാൻ അറിയാത്തത് കൊണ്ടാണോ? അല്ല. സാധാരണഗതിയിലുള്ള ഒരു ജമാഅത്ത് നമസ്കാരത്തിന് പോലും ഇപ്പോൾ മഹല്ല് നിവാസികൾക്ക് പള്ളി കയറാൻ പറ്റാത്ത അവസ്ഥ വരെയുണ്ട്. സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ വക്കറ്റും എടുത്തിട്ട് കാത്തിരിക്കുന്നുണ്ടാവും പൈസ വാങ്ങാൻ. അപ്പോൾ പൈസ നല്ലോണം പിരിക്കുന്നുണ്ട്. മഹല്ലിൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ, ഒരു വീട് നിർമ്മാണം, അതുപോലെ മക്കളെ കെട്ടിക്കാൻ, ഇങ്ങനെയുള്ള പാവങ്ങളുണ്ടെങ്കിൽ മഹല്ല് കമ്മിറ്റി ലെറ്റർ പേഡിൽ എടുത്ത് എഴുതി കൊടുക്കും, താങ്കൾക്ക് എവിടെയും പോയി യാചിക്കാം. യാചനക്കുള്ള പെർമിറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ പണപ്പിരിവൊക്കെ നല്ലോണം നടക്കാറുണ്ട്. പക്ഷേ ബോധപൂർവം ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യമായ സക്കാത്ത് പാടെ അവഗണിച്ചിരിക്കുകയാണ്. മഹ്ശറെ പോയാൽ എന്ത് പറയും അള്ളാഹിനോട്? ഞങ്ങൾക്ക് ഇസ്ലാം കാര്യം 4 ഉണ്ടായിരുന്നുള്ളൂ, നിന്റെ റസൂല് 5 പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് 4 ഉള്ളൂ എന്ന് പറയലാണോ രക്ഷപ്പെടാനുള്ള മാർഗം? മഹല്ലറിയണ്ടേ സക്കാത്ത്? ബാക്കി ഇസ്ലാം കാര്യങ്ങളൊക്കെ മഹല്ലറിഞ്ഞുകൊണ്ടല്ലേ ചെയ്യാറുള്ളത്. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം സഹാബാക്കളിൽ വരെ ഒരു ചുരുങ്ങിയ വിഭാഗം ആളുകൾ അത് വേണ്ടെന്ന് വെച്ചിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, റസൂലിൻ്റെ കാലത്ത് എങ്ങനെയാണോ സക്കാത്ത് ഏൽപ്പിക്കാറുള്ളത് അതുപോലെ ഇവിടെ കൊണ്ടുവരണം, കൊണ്ടുവരാത്ത ആളുകളോട് ഞാനത് യുദ്ധം ചെയ്ത് വാങ്ങും എന്നൊക്കെ പറഞ്ഞു. ഇത്തരം ചില നീക്കങ്ങൾ ഇന്ന് നടക്കുകയാണ്. ഖുലഫാഉ റാഷിദുകളും ഇസ്ലാമിക ഭരണമൊന്നും ഇല്ലല്ലോ, പിന്നെ നമ്മളെങ്ങനെ സക്കാത്ത് കൊടുക്കുക? സക്കാത്ത് മഹല്ലടിസ്ഥാനത്തിൽ കൊടുക്കണമെങ്കിൽ, അത് നടപ്പിൽ വരുത്തണമെങ്കിൽ സക്കാത്ത് നൽകാത്ത ഒരാളോട് യുദ്ധം ചെയ്തിട്ട് അത് വാങ്ങാൻ കഴിയണം നിർബന്ധപൂർവം. അങ്ങനെ വാങ്ങാൻ കഴിയുമോ? അതുകൊണ്ട് സക്കാത്ത് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമസ്കാരമോ? ഒരാൾ നമസ്കരിക്കുന്നില്ലെങ്കിൽ ഇസ്ലാമിൽ ശിക്ഷാ നടപടിയില്ലേ? മനഃപൂർവ്വം നിസ്കരിക്കാതിരുന്നാൽ, പള്ളിയിൽ വരാതിരുന്നാൽ ശിക്ഷാ നടപടിയുണ്ട്. എന്നാൽ നമസ്കാരം മഹല്ലടിസ്ഥാനത്തിൽ നടക്കുന്നില്ലേ? പരസ്യമായി റമദാൻ നോമ്പിൻ്റെ ലംഘനം നടന്നാൽ ശിക്ഷാ നടപടിയില്ലേ? ഇതൊക്കെ ശിക്ഷാ നടപടിയുള്ള ഇസ്ലാമിക ഭരണമുണ്ടെങ്കിൽ ശിക്ഷാ നടപടിയുള്ള വിഷയങ്ങൾ തന്നെയാണ്. പക്ഷെ അതൊന്നും അല്ല വിഷയം. ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംഗതിയുണ്ട്. ആ സംഗതി മറ്റൊന്നുമല്ല, പുരോഹിത വർഗം മനഃപൂർവ്വം അവഗണിച്ച ഒരു ഇബാദത്താണ്. അങ്ങനെ അവഗണിക്കാൻ ഒരു കാരണമുണ്ട്. ഇന്ന് സക്കാത്തിൻ്റെ അവകാശികൾ എന്ന് സാധാരണക്കാർ ധരിക്കുന്നത് പള്ളിയിലെ ഇമാമ്, അവിടുത്തെ മുഅദ്ദിന്, അതുപോലെ അവിടെ വരുന്ന മതപരമായ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ എല്ലാവരും അവർക്ക് പൈസ കൊടുക്കും, സക്കാത്താണ് എന്ന് പരിഗണിക്കുകയും ചെയ്യും. അപൂർവം ചില പാവപ്പെട്ട ആളുകൾക്ക് കിട്ടിയാൽ കിട്ടി, മഹല്ലിൽ
ഭൂരിഭാഗം ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഈ വിഭാഗമാണ്. അപ്പോൾ അത് ഒരു മഹല്ലടിസ്ഥാനത്തിൽ അതിന് 8 അവകാശികളുണ്ട്. ആളുകളൊക്കെ അവിടെയാണ്, മഹല്ലിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, മഹല്ലാണത് വിതരണം ചെയ്യേണ്ടത് എന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം ഇസ്ലാമിലുള്ളതുപോലെ നടപ്പിൽ വന്നാൽ ഈ 8 അവകാശികളിൽ ഇവർ പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കും ആ വിഹിതം കിട്ടുമെന്നല്ലാതെ എല്ലാവരുടെ സക്കാത്തും അവർക്ക് കിട്ടുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടാകൂല. അതുകൊണ്ട് എന്ത് വേണം? ആ സംവിധാനം തന്നെ തകർത്തിട്ട് അതേക്കുറിച്ച് മിണ്ടാതിരിക്കണം. ഇതാണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ സമൂഹത്തോട് സക്കാത്തിൻ്റെ കാര്യം തുറന്നു പറയുന്നില്ല? സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മഹല്ലടിസ്ഥാനത്തിലാണ് ജുമാ നടത്തുന്നത്, മഹല്ലടിസ്ഥാനത്തിലാണ് ജമാഅത്ത് നടത്തുന്നത്. അതുപോലെ നടത്താൻ അല്ലാഹു തആല നിർദ്ദേശിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടപ്പിൽ വരുത്തിയ ഇബാദത്താണ് സക്കാത്ത്. ആ സക്കാത്ത് സെല്ല് കാര്യക്ഷമമായി മഹല്ലിൽ പ്രവർത്തിച്ചാൽ വളരെ പെട്ടെന്ന് മഹല്ലിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടക്കും. കാരണം അങ്ങനെയാണ് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് എന്ന് അറിയാവുന്ന അള്ളാഹുവിൻ്റെ നിയമാണിത്. അത് നടന്നിട്ടുമുണ്ട്. ഇന്ന് സക്കാത്ത് സെല്ല് വളരെ ഭംഗിയായി നടക്കുന്ന മഹല്ലുകളുണ്ട്. ആ മഹല്ലുകളിലൊക്കെ അവസ്ഥ എന്താണെന്നറിയോ നിങ്ങൾ? നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കളായ ആളുകൾ, ആ ആളുകളുടെ കൂട്ടത്തിൽ സക്കാത്തിൻ്റെ അവകാശികളില്ലാത്ത ഒരവസ്ഥ. അതുകൊണ്ട് ആ സക്കാത്ത് സെല്ലുകളിലേക്ക് വരുന്ന അപേക്ഷകൾ ഏതാണ്ടും സംഘടനാ സംവിധാനത്തിന് പുറത്തുള്ള സമുദായ അംഗങ്ങളുടെ അപേക്ഷകളാണ്. അതാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സംഘടിതമായി വേണ്ട എന്ന് പറയുന്ന ആളുകൾ പോലും, അതിന് നേതൃത്വം കൊടുക്കുന്നവർ പോലും അപേക്ഷകൾ നൽകുന്നുണ്ട്. അപ്പോൾ കിട്ടിയ തരക്കേടില്ല, കൊടുക്കാനും നടത്താനും ഞങ്ങളില്ല എന്ന മട്ടിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തൗഹീദ് എന്ന പോലെ നമുക്ക് നിർബന്ധമായ ഒരു ബാധ്യതയാണ് സക്കാത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് നടപ്പിൽ വരുത്താതിരുന്നത് കൊണ്ട് അവരെ എതിർത്ത് സംസാരിച്ച അല്ലാഹു തആല ഖുർആൻ ഇറക്കിയ വിഷയത്തിൽപ്പെട്ടതാണ് സക്കാത്ത്. കഅബ കേന്ദ്രീകരിച്ചിട്ട് കാശ് വരാറുണ്ടായിരുന്നു, പക്ഷേ അത് വേണ്ട രൂപത്തിൽ ഉപയോഗിക്കാറില്ല, ആളുകൾക്ക് കൊടുക്കാറില്ല. അത് നടത്തിപ്പുകാരായ ആളുകൾ ലുബ്ധത കാണിച്ച് ഈ പ്രശ്നവും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലുള്ളത് ഒരു മഹല്ലിൽ സാമ്പത്തികമായും ശാരീരികമായും ആരാധന നടത്തണം. ശാരീരികമായി നമസ്കാരം, സാമ്പത്തികമായി സക്കാത്ത്. സക്കാത്ത് കൃത്യമായി നടന്നാൽ ജീവിതത്തിൻ്റെ ട്രാക്കിൽ കയറാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന പാവങ്ങളുണ്ട് നാട്ടിൽ. അവരെ ട്രാക്കിൽ കയറ്റി കൊടുക്കണം. അല്ലാതെ തൽക്കാലം എന്തെങ്കിലും ഒരു ആവശ്യം തീർക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുക എന്നതല്ല. വ്യക്തിപരമായി കൊടുത്താൽ തന്നെ ഞാൻ കൊടുത്തവനാണ്, ഞാൻ വാങ്ങിയവനാണ് എന്ന ഒരു വിവേചനം അവർ അനുഭവിക്കുകയും ചെയ്യും. നേരെ മറിച്ച് സക്കാത്ത് സെല്ലാകുമ്പോൾ അത് വലിയ നേട്ടമാണ്. തന്നെയുമല്ല, വിദ്യാഭ്യാസ ലോണുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതൊക്കെ ഇത്ര തുക വെച്ച് തിരിച്ചടക്കണം, അതിന് പലിശരഹിതവും പലിശ ഉള്ളതും ഒക്കെയായ ലോണുകളുണ്ട്. ഇസ്ലാമിൽ ഈ സക്കാത്ത് സംവിധാനം നടപ്പിൽ വന്നു കഴിഞ്ഞാൽ, അത് നടത്തിയാൽ നാട്ടിൽ പാവപ്പെട്ട കഴിവുള്ള കുട്ടികൾ സാമ്പത്തിക പ്രയാസം കൊണ്ട് പഠിക്കാതിരിക്കുമ്പോൾ സക്കാത്ത് സെല്ലിലൂടെ അവരെ പഠിപ്പിച്ചെടുക്കാം. അവർ ഇത്ര നിശ്ചിത തുക വെച്ച് തിരിച്ചടക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അവർക്ക് വരുമാനമുണ്ടാകുമ്പോൾ ആ വരുമാനത്തിൻ്റെ നിശ്ചിത തുക തിരിച്ച് സക്കാത്ത് സെല്ലിലേക്ക് ഏൽപ്പിക്കുന്ന ഒരവസ്ഥ, സുന്ദരമായ ഒരു സാമ്പത്തിക വ്യവസ്ഥ. ആ വ്യവസ്ഥയിലൂടെ പരിപൂർണമായി ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹു ആസൂത്രണം ചെയ്ത് നമ്മളോട് നടപ്പിൽ വരുത്താൻ പറഞ്ഞ സക്കാത്ത് സെല്ല് എൻ്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കി എല്ലാ ആളുകളും അതുമായി സഹകരിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. കാര്യക്ഷമമായ സക്കാത്ത് നടത്താൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.